സുരേഷ് കുറുപ്പ് CPM സമുന്നതനായ നേതാവായിരുന്നു. പക്ഷെ പല കാരണങ്ങൾ കൊണ്ട് ഇപ്പോൾ CPM പൊതുവേദിയിലൊന്നും കാണുന്നില്ലെന്നാണ് ആരോപണം. അല്ല, സുരേഷ് കുറുപ്പ് CPM സമുന്നതനായ നേതാവൊന്നും ആയിരുന്നില്ല. പക്ഷെ MP ആയിരുന്നു, വളരെ പോപ്പുലറായ നേതാവായിരുന്നു. MLA MP ഒക്കെ ആയിട്ട് പോപ്പുലറായിരുന്നു, എല്ലാവർക്കും ഇഷ്ടമുള്ള നേതാവായിരുന്നു. അതെ, കാരണം സുരേഷ് കുറുപ്പിൻ്റെ വീട് തിരുനക്കര അമ്പലത്തിൻ്റെ തൊട്ടുപുറകെ കുറ്റിക്കാട് വീട്. ആ വീടിൻ്റെ വരാതെ പോയി ഒരുപാട് പ്രാവശ്യം ഞാൻ ഇരുന്നിട്ടുണ്ട്. കാരണം ഞാനന്ന് കോട്ടയത്ത് പഠിക്കുന്ന സമയമാണ്. കുറുപ്പിനെ എല്ലാ ദിവസവും കാണുമായിരുന്നു. അതിനുശേഷവും അദ്ദേഹം MP ആയിരുന്നപ്പോഴും MP അല്ലാതിരുന്നപ്പോഴും ഒരു മാധ്യമ പ്രവർത്തകൻ എന്ന നിലയിൽ കുറുപ്പിനെ പലതവണ അടുത്തിടപെടാനുള്ള അവസരം കിട്ടിയിട്ടുണ്ട്. എനിക്കത് ഒരു വലിയ ബഹുമാനമാണ്, വലിയ ഇഷ്ടമാണ്. പക്ഷെ കുറുപ്പ് സിനു പറഞ്ഞതുപോലെ CPM സമുന്നത നേതാവായില്ല. അപ്പം ഞാൻ ഓർക്കുന്നത്, എനിക്കൊന്നും വോട്ടില്ല ആ കുറുപ്പ് ആദ്യമായി പാർലമെൻറ്റിലേക്ക് മത്സരിക്കുന്നത്. അന്ന് നമ്മൾ ഈ പരമ്പരാഗത രീതിയിലുള്ള പോസ്റ്ററുകൾ അച്ചടിക്കും. കുറുപ്പിൻ്റെ തെരഞ്ഞെടുപ്പിൻ്റെ കാലത്ത് ആദ്യമായി കുറുപ്പിൻ്റെ പടമുള്ള പോസ്റ്റർ, CPM പോലും നേതാക്കന്മാരുടെ ഫോട്ടോ വെച്ച് പടം അടിക്കാത്തൊരു കാലമാണ്. കുറുപ്പിൻ്റെ പടമുള്ളൊരു പോസ്റ്റർ, അതിങ്ങനെ ഒരു റൗണ്ടിൽ ആണ്. അപ്പോൾ ഫോട്ടോയ്ക്ക് വിട്ടൊരു വട്ടത്തിൽ ഇങ്ങനെ സുരേഷ് കുറുപ്പിന് വോട്ട് ചെയ്യുക. അത് വേറെ വ്യത്യസ്തമായ ഒരു ഡിസൈനുമായി കുറുപ്പിൻ്റെ പോസ്റ്ററുള്ള പടമുള്ള പോസ്റ്റർ വരുന്നു. ആ കാലത്ത് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ചങ്ങനാശ്ശേരിക്കടുത്തുള്ള ഒരു വീട്ടിൽ നിന്ന് സ്കറിയ തോമസോ മറ്റാണ് ആദ്യത്തെ തെരഞ്ഞെടുപ്പിൽ കുറുപ്പിനെതിരെ മത്സരിച്ചെന്നു. കേരള കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി കുതിരച്ചിഹ്നമായിരുന്നു സ്കറിയ തോമസ്. കേരള കോൺഗ്രസിൻ്റെ സീറ്റായിരുന്നില്ല കോട്ടയം. അപ്പോൾ ഒരു സ്ത്രീയോട് പള്ളിയിലച്ചൻ വിളിച്ചിട്ട് പറഞ്ഞു, സ്കറിയ തോമസിനെ വോട്ട് ചെയ്യണം, കാരണം ഇവർ ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്യുമെന്ന് ഒരു തോന്നൽ. അപ്പോൾ അച്ഛൻ അത് പറഞ്ഞപ്പോഴത്തേക്കോട്ടെ ഈ സ്ത്രീ പറഞ്ഞു, പിന്നെ അച്ഛൻ്റെ പണി നോക്കി, എൻ്റെ കെട്ടിയോൻ പറഞ്ഞാൽ ഞാൻ കുറുപ്പിനെ വോട്ട് ചെയ്യുള്ളൂ എന്ന് പറഞ്ഞാൽ കുറുപ്പ് വളരെ പ്രിയപ്പെട്ട ഒരു ആളായിരുന്നു. സൗമ്യനായിരുന്നു, എല്ലാവർക്കും ഇഷ്ടമാണ്. ഞാൻ കണ്ടിട്ടുണ്ട് MP ഇന്ന് MP ആവണ്ട, ഒരു സാധാരണ നേതാവായാൽ ഇന്നോവ ക്രിസ്റ്റയിലേ സഞ്ചരിക്കുള്ളൂ. സുരേഷ് കുറുപ്പ് ബസ്സിൻ്റെ കമ്പിയിൽ തൂങ്ങിപ്പിടിച്ച് MP ആയിരിക്കുമ്പോൾ യാത്ര ചെയ്യുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. ചിന്തിക്കാൻ പറ്റുമോ? ഒരു MP ബസ്സിൽ കമ്പിയിൽ പിടിച്ച് യാത്ര ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അത് ഞാൻ ഓർക്കുന്നു, ഇപ്പോഴും ഞാൻ ഓർത്തിരിക്കുന്നു. ഒരു ദിവസം ഞാൻ കോട്ടയത്ത് നിന്ന് വരുന്നത് തമിഴ്നാട് സർക്കാരിൻ്റെ ബസ്സില്ലേ, അതിലാണ് വരുന്നത്. കുറുപ്പ് അതിലുണ്ട്. കുറുപ്പ് അതിലിങ്ങനെ കമ്പി പിടിച്ച് നിൽക്കുകയാണ്. അതായിരുന്നു സുരേഷ് കുറുപ്പ്. സുരേഷ് കുറുപ്പിന് പിന്നീട് എപ്പോഴും ഉണ്ടായിരുന്നത് ഒരു അംബാസഡർ കാറോ മറ്റായിരുന്നു, ഞാൻ മറന്നുപോയി വണ്ടി. ഫിയറ്റാണോ അംബാസഡർ ഒരു കാറുണ്ടായിരുന്നു. കോട്ടയത്തെ അഭിഭാഷകരായിരുന്നു. സുരേഷ് കുറുപ്പ് കുറ്റിക്കാട്ട് സുരേഷ് കുറുപ്പാണ്. അപ്പോൾ സുരേഷ് കുറുപ്പ് കോട്ടയത്തെ ദൈനംദിന ജീവിതത്തിൽ എല്ലാവർക്കും എപ്പോഴും ഇടപെടാൻ, വൈകുന്നേരങ്ങളിൽ അവിടെ കാവാലം ബസാറല്ലോ, ഊട്ടി ലോഡ്ജിൻ്റെ ആ ഭാഗം, മുനിസിപ്പൽ കാവാലം ബസാർ ചങ്ങനാശ്ശേരിയിലാണ്. അവിടെ നിന്നിട്ട് തട്ടുകടയിൽ നിന്ന് ദോശ കഴിക്കുന്ന സുരേഷ് കുറുപ്പ് MP ആയിരിക്കുമ്പോൾ കോട്ടയത്തെ ഒരു പറ്റം ചെറുപ്പക്കാരും SFIയുടെ അന്ന് തിരുനക്കര അമ്പലത്തിൻ്റെ താഴത്താണ് CPM ജില്ലാ കമ്മിറ്റി ഓഫീസ്. ഇപ്പോൾ CITUവിൻ്റെ ജില്ലാ കമ്മിറ്റി ഓഫീസായിരുന്ന ഓഫീസിൽ നിന്ന് അവിടെ ഇരിക്കുന്ന ചെറുപ്പക്കാർ, SFIക്കാരൊക്കെ അവിടെ ഒന്ന് കിടക്കും. അവരെയൊക്കെ കൂട്ടി വന്ന് ഈ ഊട്ടി ലോഡ്ജിൻ്റെ ഭാഗത്തുള്ള ആ സൈഡിലുള്ള നർമ്മദ എന്നൊക്കെ പറഞ്ഞൊരു ടെക്സ്റ്റൈലുണ്ട്, അതിൻ്റെ ഇപ്പുറത്തൊരു തട്ടുകടയുണ്ട്. അവിടെ നിന്ന് തട്ടുകടയിൽ നിന്ന് ദോശ കഴിക്കുന്ന സുരേഷ് കുറുപ്പ് MP ആണ്, കോട്ടയത്തിൻ്റെ MP. പിന്നീട് സുരേഷ് കുറുപ്പിനെ കുറിച്ച് കേൾക്കുന്ന പാർലമെൻറ്റിൽ ഏറ്റവും മികച്ച പാർലമെന്റേറിയനായ ഒരു സുരേഷ് കുറുപ്പ്. ഭരണപക്ഷം കോൺഗ്രസ് ആണ്. സുരേഷ് കുറുപ്പിനെ അഭിനന്ദിക്കുന്നു. അതുപോലെ പഠിച്ചിട്ട് അവതരിപ്പിക്കുന്ന ഒരു നേതാവില്ല എന്ന്. പിന്നെ സുരേഷ് കുറുപ്പിനെ കുറിച്ച് അന്ന് അപവാദം ഉണ്ടായിരുന്നു കേട്ടോ. ചില ആളുകൾ സുരേഷ് കുറുപ്പിൻ്റെ ഒരു കരിസ്മയിൽ ഇഷ്ടമില്ലാത്തത് പറയുന്നത്. സുരേഷ് കുറുപ്പ് ദിവസം 3 പ്രാവശ്യം കുളിക്കും, അത് പാടില്ല. പിന്നെ ഡ്രസ്സ് മാറും, ബ്രാൻഡഡ് ഷർട്ടുകൾ ഉപയോഗിക്കുള്ളൂ. അങ്ങനെ ഈ പേഴ്സണൽ ഹൈജീനിലും ഒക്കെ നല്ല ശ്രദ്ധയുണ്ടായിരുന്ന നേതാവായിരുന്നു. അത് അന്ന് പാർട്ടിക്കത് ബുഷ സ്വഭാവമായിരുന്നെങ്കിൽ ഇന്ന് ബ്രാൻഡഡ് ഷർട്ടിടാത്ത ആരാ ഉള്ളത്? നമ്മുടെ M സ്വരാജ്, നമ്മുടെ പൂമരൻ എന്നൊക്കെ വിളിച്ച് പറയുന്ന ആൾ, അദ്ദേഹം സഞ്ചരിക്കുന്ന 35 ലക്ഷത്തിൻ്റെ സാമ്രാജ്യത്വ ഉൽപ്പന്നമായ ജീപ്പ് കാറിലാണ്. അത് ആ കാലത്ത് ചിന്തിക്കാൻ പറ്റില്ലായിരുന്നു. സുരേഷ് കുറുപ്പ് നല്ല വസ്ത്രം ധരിക്കുന്നതിനെതിരെ പോലും ആക്ഷേപം പറഞ്ഞിരുന്ന കാലമുണ്ടായിരുന്നു. പക്ഷേ വല്ലാതെ ജനങ്ങൾക്ക് വലിയ ഇഷ്ടപ്പെട്ട സുരേഷ് കുറുപ്പ് കോട്ടയം മണ്ഡലം പിടിച്ചെടുത്തു. അതോടുകൂടി ഞാൻ ഓർക്കുന്നതെന്നറിയോ, സുരേഷ് കുറുപ്പ് മത്സരിക്കുമ്പോൾ കലാകൗമുദിയുടെ കവർ സ്റ്റോറി, കലാകൗമുദി എനിക്ക് കുറുപ്പ് ആദ്യം മത്സരിക്കുന്ന വർഷം, അപ്പം ഞാനത് കലാകൗമുദി വായിക്കുന്ന ആളാണ്. അപ്പോൾ കലാകൗമുദിയുടെ കവർ സ്റ്റോറി എന്നറിയോ, കുറുപ്പ് ഉൾപ്പെടെ 5-6 പേരുടെ ഫോട്ടോ കൊടുത്തിട്ട് ഇവർ നിശ്ചയമായും ജയിച്ചിരിക്കണം എന്നാണ് കവർ സ്റ്റോറി. MS മണി സാറ് ചീഫ് എഡിറ്റർ ആയിരുന്നപ്പോൾ
അങ്ങനെ ഒരു കുറുപ്പിനെ വലിയ ഇഷ്ടമായിരുന്നു മണി സാറിന്. ഞാനിപ്പോൾ MS മണി സാറ് മരിച്ചപ്പോൾ ഞാൻ അവിടെ ഉണ്ട്, കുമാരപുരത്തെ വീട്ടിൽ നിൽക്കുമ്പോൾ സുരേഷ് കുറുപ്പ് വന്നു. സുരേഷ് കുറുപ്പിനെ കുറേ കാലത്തിന് ശേഷമാണ് കാണുന്നത്. കുറുപ്പ് ഞങ്ങൾ സംസാരിച്ചു. കാരണം മണി സാറ് സുരേഷ് കുറുപ്പ് എന്നുള്ള രാഷ്ട്രീയ നേതാവിനെ വളർത്തിയെടുക്കുന്നതിൽ ചെറുതല്ലാത്തൊരു സംഭാവന കൗമുദിയും കലാകൗമുദിയും MS മണി എന്നുള്ള വലിയ പത്രാധിപരും വഹിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് അവസാനമായി MS മണി സാറിനെ കാണാനായിട്ട് സുരേഷ് കുറുപ്പ് വന്നത്. അപ്പം ഞാനീ പറഞ്ഞു വരുന്നത്, സുരേഷ് കുറുപ്പ് CPM-ന്റെ സമുന്നത നേതാവ് എന്തുകൊണ്ടായില്ല എന്നൊരു ചോദ്യമാണ്. ഈ 3 തവണ MLA ആയതിനു ശേഷം ഒരു മന്ത്രിയാകാനുള്ള സാധ്യതയൊക്കെ പറയപ്പെട്ടിരുന്നു. പക്ഷേ ഉണ്ടായിരുന്നു. അല്ല, 3-ാം തവണ MLA ആകുമ്പോഴത്തേക്ക് VS-ന്റെ ശാഠ്യം കൊണ്ട് മാത്രമാണ് സുരേഷ് കുറുപ്പിന് സീറ്റ് കിട്ടിയതെന്നാണ് CPM പൊളിറ്റിക്സ് നോക്കുന്നവർ. അത് കൊടുക്കില്ലായിരുന്നു. VS-നോട് അനുഭാവം ആയിരുന്നു എന്നതുകൊണ്ടും മാത്രം കോട്ടയത്ത് ഒഴിവാക്കപ്പെട്ട ഒരാളായിരുന്നു. കോട്ടയത്ത് സുരേഷ് കുറുപ്പ് CPM-ന്റെ ജില്ലാ കമ്മിറ്റി വരെയൊക്കെ സുരേഷ് കുറുപ്പ് എത്തിയിട്ടുള്ളൂ. ജില്ലാ കമ്മിറ്റിക്ക് അപ്പുറത്തേക്ക് സുരേഷ് കുറുപ്പ് വളർന്നില്ല. പക്ഷേ സുരേഷ് കുറുപ്പ് എപ്പോഴോ പറഞ്ഞിട്ടുണ്ട്, ഞാൻ VS-ന്റെ പക്ഷത്തൊന്നും ആയിരുന്നില്ല, പക്ഷേ എന്നെ ആളുകൾ അങ്ങനെ തെറ്റിദ്ധരിച്ചത്. അങ്ങനെയായിരിക്കാം. കാരണം സുരേഷ് കുറുപ്പ് അങ്ങനെ ഒരു വിഭാഗീയ പ്രവർത്തനമൊക്കെ നടത്തുമോ എന്ന് എനിക്കറിയില്ല. VS-ന്റെ പക്ഷം ഒരുപാട് ശരിയുടെ പക്ഷമായിരുന്നല്ലോ. VS-ന് വേണ്ടിയിട്ട് പലപ്പോഴും കേസുകളിൽ അപ്പിയർ ചെയ്തിരുന്ന സുരേഷ് കുറുപ്പ്, അതുകൊണ്ട് തെറ്റിദ്ധരിക്കാം. അല്ല, VS-ന്റെ പക്ഷം പലപ്പോഴും ശരിയുടെ പക്ഷമായിരുന്നു. ശരിയുടെ പക്ഷം ആയതുകൊണ്ട് നിൽക്കുന്നതുകൊണ്ട് VS പക്ഷമായിട്ട് വ്യാഖ്യാനിക്കപ്പെടാം. ഇപ്പോൾ സുരേഷ് കുറുപ്പിൻ്റെ സഹോദരനാണല്ലോ കേരളത്തിൻ്റെ അഡ്വക്കേറ്റ് ജനറൽ K. ഗോപാലകൃഷ്ണക്കുറുപ്പ്. സുരേഷ് കുറുപ്പ് പാർട്ടിക്ക് അനഭിമതനാണെങ്കിൽ കാരണം അദ്ദേഹത്തെ സംഘടനാ കമ്മിറ്റികളിലൊന്നും ഇല്ല. ഇപ്പോൾ സാധാരണ പാർട്ടി അംഗത്വം മാത്രമേ ഉള്ളതെന്ന്. അദ്ദേഹം പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റിയും കോട്ടയം ജില്ലാ സെക്രട്ടറിയൊക്കെ ആയി എന്നോ വരേണ്ട ആളായിരുന്നു സുരേഷ് കുറുപ്പ്. അതെ, സംസ്ഥാന കമ്മിറ്റി വന്നിട്ടില്ല. അദ്ദേഹം അങ്ങനെ നിൽക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ സഹോദരൻ പാർട്ടിക്ക് പ്രിയപ്പെട്ട ആളാണ്, വിശ്വസ്തനാണ്. അതുകൊണ്ടാണ് സംസ്ഥാനത്തിൻ്റെ അഡ്വക്കേറ്റ് ജനറൽ പദവിയിൽ അധികരിക്കുന്നത്. അപ്പോൾ സുരേഷ് കുറുപ്പ് ഇപ്പോൾ പറയുന്നത്, ഇപ്പോൾ വീണ്ടും വാർത്തകളിൽ വന്നത് VS മരിച്ചതിന് ശേഷം VS-ന് ക്യാപിറ്റൽ പണിഷ്മെൻറ്റ് കൊടുക്കണം എന്നൊക്കെ പറഞ്ഞ അതുമായി ബന്ധപ്പെട്ട ചർച്ചയുണ്ടല്ലോ. ആ സംസ്ഥാന സമ്മേളനത്തിൽ പങ്കെടുത്തു ഒരു പെൺകുട്ടി അങ്ങനെ പറഞ്ഞു. ആ പെൺകുട്ടി ചിന്താജറവുമാണ് എന്ന് പരക്കെ പറയപ്പെട്ടു. ചിന്തയുടെയും സ്വരാജിൻ്റെയും പേര് പറഞ്ഞ് അന്ന് വാർത്തയുണ്ടായി. അത് സുരേഷ് കുറുപ്പ് ആവർത്തിച്ചു പറഞ്ഞു എന്നതിലൂടെയാണ് സുരേഷ് കുറുപ്പ് വീണ്ടും വാർത്തകളിലേക്ക് വന്നത്. അതേ തുടർന്ന് പാർട്ടിയിൽ പ്രാഥമികാംഗത്വം മാത്രമേ സുരേഷ് കുറുപ്പിനുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു. വെറും പാർട്ടി സാധാ ലെവി അടയ്ക്കുന്ന ഒരു മെമ്പർ അദ്ദേഹം. അതുകൊണ്ട് തന്നെ ഇതുകൂടെ പറഞ്ഞപ്പോൾ ഇനി സുരേഷ് കുറുപ്പിൻ്റെ ആ മെമ്പർഷിപ്പിൽ നിന്ന് കളയുമോ എന്ന് ആശങ്കപ്പെടുന്നവരുണ്ട്. കാരണം സുരേഷ് കുറുപ്പിൻ്റെ ഒരു കോൺട്രിബ്യൂഷനുമായിട്ട് നോക്കുമ്പോൾ ചിന്തയാരാ, സ്വരാജ് ആരാ, ആലോചിച്ച് നോക്കണം. അവർക്കൊന്നും പറയാൻ പോലും പറ്റാത്ത. സ്വരാജ് ഇപ്പോൾ സംസ്ഥാന സെക്രട്ടേറിയറ്റിലെത്തി. P. രാജീവും സുരേഷ് കുറുപ്പിൻ്റെ എത്ര ജൂനിയറാണ്. അപ്പോൾ സുരേഷ് കുറുപ്പിന് സംസാരിക്കാനുള്ള ശേഷിയില്ലാഴികയോ പാർട്ടിക്കൂറില്ലാഴികയോ ജനബന്ധമില്ലാഴികയോ ഒന്നുമല്ല. CPM-ൽ ഉണ്ടായി വന്ന വിഭാഗീയതയിൽ ഈ മനുഷ്യനെ മാറ്റി നിർത്തണം എന്ന് തീരുമാനിച്ചു. കാരണം വളരെ സ്ട്രൈറ്റ് ഫോർവേഡായി ഒരു വര വരച്ചതുപോലെ ഋജുവായി മാത്രം സഞ്ചരിക്കുന്ന ആളുകളെ CPM-ന് വേണ്ടതായിട്ട് കുറേ കാലമായി എന്ന് പറയപ്പെടുന്നുണ്ട്. സുരേഷ് കുറുപ്പിനെ ഒരിക്കലും കോട്ടയത്ത് നിന്ന് CPM മാറ്റി നിർത്താൻ പാടില്ലായിരുന്നു. സംസ്ഥാന നേതൃത്വത്തിൽ ഉണ്ടാവേണ്ടുന്ന ഒരാളായിരുന്നു സുരേഷ് കുറുപ്പ്. ഏതായാലും സുരേഷ് കുറുപ്പിനെ കുറിച്ച് ഈ ചിന്തയെക്കുറിച്ചുള്ള പരാമർശം മാതൃഭൂമി പ്രസിദ്ധീകരിച്ചതിന് ശേഷം പിന്നെ സുരേഷ് കുറുപ്പിൻ്റെ ഏറ്റവും മികച്ച എഴുത്തുകളിലൊന്നല്ല മാതൃഭൂമിയിൽ വന്നത്. അവിടെ പറയണമല്ലോ, സുരേഷ് കുറുപ്പ് വളരെ അശ്രദ്ധമായി, സുരേഷ് കുറുപ്പ് എഴുതിയായിരിക്കത്തില്ല, പറഞ്ഞു കൊടുത്ത് ലേഖകൻ എഴുതിയായിരിക്കാം. എന്നാൽ പോലും എനിക്കത് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല അത് വായിച്ചിട്ട്. കുറുപ്പിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ഒരു മുറുക്കവും ഒക്കെയുള്ള ഒരു ജൈവികത ഉള്ള ഒരു എഴുത്തായിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല. പക്ഷെ എല്ലാ കാര്യങ്ങളും അങ്ങനെ പെട്ടെന്ന് തുറന്നു പറയാൻ പറ്റും. ഇപ്പം തന്നെ സുരേഷ് കുറുപ്പിൻ്റെ അവസ്ഥ എന്താ? അങ്ങനെ ഇരിക്കുന്ന സമയത്ത് സുരേഷ് കുറുപ്പ് തന്നെ ചില കാര്യങ്ങൾ പിടിച്ചായിരിക്കില്ലേ സംസാരിക്കുക? അതായിരിക്കാം. പക്ഷേ പെട്ടെന്ന് വാർത്ത വന്നപ്പോൾ ന്യൂസ് 18 അടക്കമുള്ള ചാനലുകളിൽ വാർത്ത വന്നു സുരേഷ് കുറുപ്പ് പാർട്ടി വിടുകയാണ്, സുരേഷ് കുറുപ്പിനെ പാർട്ടി പുറത്താക്കും. പാർട്ടി പുറത്താക്കുന്നതിന് അപ്പുറത്തേക്ക് കോൺഗ്രസിനോടൊപ്പം നിന്ന് മത്സരിക്കും, സുരേഷ് കുറുപ്പ് വീണ്ടും മത്സരിക്കും എന്നൊക്കെ വാർത്ത വന്നു. അത് ഒരു വിശദീകരണമായി സുരേഷ് കുറുപ്പ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. അത് പറഞ്ഞിട്ട് നമുക്കങ്ങ് അവസാനിപ്പിക്കാം. കാരണം സുരേഷ് കുറുപ്പിനെ കുറിച്ച് സ്പെക്കുലേറ്റീവ് സ്റ്റോറികളും ഗോസിപ്പുകളും ഒന്നും പറയുന്നത് ശരിയല്ല. കാരണം ആ മനുഷ്യൻ അതിനൊക്കെ അപ്പുറത്ത് ജീവിക്കുന്ന, നമുക്ക് നല്ല മനുഷ്യർ എന്ന് പറഞ്ഞ് തൊട്ട് കാണിക്കാവുന്ന, 2 തവണ ആലോചിക്കാതെ പറയാവുന്ന ഒരു പേരാണ് സുരേഷ് കുറുപ്പ്. അതുകൊണ്ട് സുരേഷ് കുറുപ്പിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഒന്ന് വായിച്ച് നമുക്ക് ഈ വർത്തമാനം അവസാനിപ്പിക്കാം. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ന്യൂസ്
18 ചാനലും അതിനെ തുടർന്ന് മറ്റു ചിലരും എന്നെക്കുറിച്ച് തികച്ചും വാസ്തവവിരുദ്ധമായ പ്രചാരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ഏറ്റുമാനൂരിൽ UDF സ്ഥാനാർത്ഥിയെ മത്സരിക്കാൻ പോവുകയാണ് എന്നതാണ് പ്രചാരണം. ഏറ്റുമാനൂരിലാണ് സുരേഷ് കുറുപ്പ് മത്സരിച്ച് ജയിച്ചത്. ഞാൻ 1972 CPIM-ൽ അംഗമായതാണ്. അന്നു തൊട്ട് ഇന്ന് വരെ CPIM-ന്റെ രാഷ്ട്രീയ നിലപാടുകളോട് ഒരു അഭിപ്രായ വ്യത്യാസവും എനിക്കില്ല. പാർട്ടി എൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൻ്റെ പ്രതിരൂപവും പതാകയുമാണ്. ഞാൻ രാഷ്ട്രീയം മറന്ന് ഏതെങ്കിലും സ്ഥാനമാനങ്ങളുടെ പുറകെ പോകുന്ന ആളല്ല. തിരഞ്ഞെടുപ്പോ അതിലൂടെ ലഭിക്കുന്ന സ്ഥാനലബ്ധികളോ എനിക്ക് പ്രധാനമല്ല. എൻ്റെ ഇടതുപക്ഷ രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി വന്ന അവസരങ്ങൾ മാത്രമായിരുന്നു അതെല്ലാം. ഏത് സ്ഥാനമാനങ്ങൾ? എൻ്റെ രാഷ്ട്രീയമാണ് എനിക്ക് മുഖ്യം എന്ന് എന്നെ സ്നേഹിക്കുന്ന മിത്രങ്ങളെയും എന്നിൽ വിശ്വാസം അർപ്പിച്ചിട്ടുള്ള ജനങ്ങളെയും എനിക്കറിയാത്ത കാരണങ്ങളാൽ എന്നോട് ശത്രുഭാവേന പ്രവർത്തിക്കുന്നവരെയും അറിയിക്കട്ടെ എന്നാണ് സുരേഷ് കുറുപ്പ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഏതായാലും അതിന് താഴെ ഒരു കമൻറ്റ് കണ്ടതുപോലെ കുറിപ്പ് ഇത്രയും പറഞ്ഞു അതുകൊണ്ട് അപ്പോൾ എല്ലാവരും പിരിഞ്ഞു പോകേണ്ടതാണ്. പക്ഷെ എന്നാൽ പോലും CPM എന്തുകൊണ്ട് സുരേഷ് കുറുപ്പ് എന്നുള്ള കരിസ്മയുള്ള അഴിമതി തൊട്ടു തീണ്ടാത്ത എടുത്തു വച്ചാൽ ഒരൊന്നൊന്നര വിലയുള്ള നേതാവിനെ ഉപയോഗിച്ചില്ല എന്ന ചോദ്യം അന്തരീക്ഷത്തിൽ ബാക്കി നിൽക്കും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.